ഇനി മാസം നമ്മൾ എത്ര രൂപയുടെ ഒരു പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാകും? അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാലോ, അതിന് പുറമെ അധികം വരുന്ന വിൽക്കാനും കൂടി കഴിഞ്ഞാലോ മെച്ചം ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കൃഷി വിശേഷങ്ങളാണ്. അതൊന്ന് കണ്ടുവരാം. സവാള, കിഴങ്ങ്, ക്യാരറ്റ്. റേച്ചൽ വി മാത്യുവിന്റെ അടുക്കളത്തോട്ടത്തിൽ ഇല്ലാത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങളെ പരാമർശിക്കുന്നതാണ് എളുപ്പം. അവശേഷിക്കുന്നതെല്ലാം പാകമായിട്ടുണ്ട്. കവിയൂർ മുണ്ടിയപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ അത്രയ്ക്കുണ്ട് കൃഷി. മുറ്റത്തും പരിസരത്തുമായി 80 സെന്റിൽ അത് വ്യാപിച്ചു കിടക്കുകയാണ്. കവിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗമാണ് റേച്ചൽ വി മാത്യു. ഭർത്താവ് മാത്യു എബ്രഹാം നല്ല ഒന്നാം തരം കർഷകനും. രണ്ടും കൂടി ചേർന്നതോടെ വീട്ടുപരിസരമാകെ തോട്ടമായി. അപ്പോൾ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഫാദർ എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം ലഭിച്ചു. ഒരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷിയും ഉൽപ്പന്നം ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ആവശ്യമനുസരിച്ച് ഓരോ കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കപ്പ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു സമയത്ത് കുറച്ചേറെ കപ്പ ഇടുന്ന രീതിയല്ല. കഴിഞ്ഞ ദിവസം ഇട്ടതുകൊണ്ട് കുറച്ച് വളർന്നുകൊണ്ട് പിന്നെ വളർച്ച ആയതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വിളവെടുക്കുന്ന സ്ഥലത്ത് അത്ര ഇടയിൽ തന്നെ അടുത്ത അത് നടുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപേ കൃഷിയിടത്തിലിറങ്ങിയ ആളാണ് റേച്ചൽ. കൃഷിയിൽ ദമ്പതികൾ കൈകോർത്തതോടെ ഇക്കുറി പുതിയ വിത്തുകളും പരീക്ഷിച്ചു. ജമന്തി കൃഷിയാണ് അതിൽ വിളവ് ഏറെ നൽകിയത്. ഓണക്കാലത്ത് മാത്രമല്ല, ശബരിമല തീർത്ഥാടന കാലത്തും അത് മികച്ച ഫലം ലഭ്യമാക്കി. ഇത് ഞങ്ങൾ 4 കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ലാഭമോ നഷ്ടമോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കാതെ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അല്ലേ സാധാരണ ഇങ്ങനെ ബന്ദി പൂ അവിടെ പോയി നമ്മൾ എടുക്കുന്നു. എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞങ്ങളിതൊരു കൗതുകത്തോടു കൂടി തുടങ്ങി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇത്രയും പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. സമീപവാസികൾ, ഗ്രാമപഞ്ചായത്തിലെ ഇതര അംഗങ്ങളും ജീവനക്കാരും, അങ്ങനെ പ്രദേശത്തെ നല്ലൊരു വിഭാഗം ആളുകളും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരം ഉപഭോക്താക്കളായി മാറിയിരിക്കുകയാണ്. ഈ പച്ചക്കറിയൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിച്ചു വരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്, നമ്മൾ മറ്റുള്ള മരുന്നോ അങ്ങനെയൊന്നും ജൈവവളം തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ പയറ്, തക്കാളി, വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കത് കഴിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ നാട്ടിലുള്ളവർ വിഷരഹിത പച്ചക്കറി കഴിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ അതിൽ തൃപ്തരുമാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഒരു ചീത്തപ്പേരുണ്ട്, കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ വാക്കാൽ പറയും, പക്ഷേ അവരിതിനൊന്നും മുതിരില്ല എന്ന്. എന്നാൽ താൻ അത്തരക്കാരിയല്ല, വിയർത്ത് പണിയെടുക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ചിരിക്കുകയാണ് റേച്ചൽ. എല്ലാവർക്കും ഒരു മാതൃകയാണല്ലേ? രാഷ്ട്രീയക്കാർക്ക് പൊതുവെ വിയർപ്പിന്റെ പ്രശ്നമുണ്ട് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം റേച്ചലും അവരുടെ ഭർത്താവ് മാത്യു എബ്രഹാമും നല്ല കർഷകരായി തന്നെ നിലനിൽക്കുന്നത്. പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാതെ തന്നെ നല്ല കർഷക എന്ന നിലയിൽ തന്നെ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് റേച്ചലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അർഹിക്കുന്ന കാര്യം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ 3 ഇനങ്ങൾ, സവാള, കിഴങ്ങ്, ക്യാരറ്റ് എന്നിവ ഒഴിച്ച് ബാക്കിയെല്ലാം അവരുടെ തന്നെ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സമീപകാലത്തെങ്കിലും മറ്റേതെങ്കിലും ഇനം പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയതായി അവരുടെ ഓർമ്മയിലുമില്ല. ഇവർ മാത്രമല്ല, അയൽപ്പക്കക്കാരുണ്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ ചിലരുണ്ട്. മാത്രവുമല്ല, സമീപത്തെ സ്കൂളുകളുടെ ഉച്ച ഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി അവരും ഈ കൃഷി ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ ചെറു സമ്മാനങ്ങൾ എന്ന നിലയിലാണ് റേച്ചലും ഭർത്താവും ഇത് സമീപവാസികൾക്ക് തന്നെ വിതരണം ചെയ്തത്. നല്ല ഫലം അതിൽ ആകൃഷ്ടരായി പിന്നീട് അവർ സ്ഥിരം കസ്റ്റമേഴ്സായി മാറുന്ന സ്ഥിതിയാണുള്ളത്. പഞ്ചായത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. എന്തായാലും കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും നല്ല നിലയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇനി വറവിന്റെ കാലമാണ്, വേനലിന്റെ കാലമാണ്. ആ ഘട്ടത്തിൽ വെള്ളവും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്ത് അംഗം കൂടി ആയിട്ടുള്ള റേച്ചൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്.